എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ തുടങ്ങുകയാണ്. വളരെ മനോഹരമായ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്മസ് ആഘോഷവും പുതുവത്സരത്തെ വരവേൽക്കാൻ എല്ലാവരും ഒരുപോലെ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രവാസ ലോകത്തിലെ പ്രവാസികളായ ഞങ്ങളും അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇനിയുള്ള രാവുകൾ ഞങ്ങൾക്കും ഫെസ്റ്റിവലിൻ്റെ ഒരു സീസൺ തന്നെയാണ്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾക്കും ഉത്സവത്തിൻ്റെ ദിനങ്ങൾ തന്നെയാണ്. മസ്കറ്റ് നൈറ്റ് എല്ലാവരെയും പോലെ തന്നെ കാത്തിരിക്കുന്ന മനോഹരമായ ഒരു ഫെസ്റ്റിവൽ തന്നെയാണ്. പ്രവാസ ലോകത്ത് ഞങ്ങൾക്ക് സന്തോഷിക്കാൻ ഇതുപോലെ കിട്ടുന്ന അവസരങ്ങൾ വളരെ വലുത് തന്നെയാണ്. മസ്കറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഈ മസ്കറ്റ് ഫെസ്റ്റിവൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു തവണ നമ്മൾ പോയാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ നിരവധി കാര്യങ്ങൾ ആ ഒരു ഫെസ്റ്റിവൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവ ഓരോന്നും നമുക്കൊന്ന് ആസ്വദിച്ചാലോ? ഞങ്ങളവിടെ ചെല്ലുമ്പോൾ സ്റ്റേജിൽ നല്ല മനോഹരമായ പെർഫോമൻസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറകിലൊക്കെ നല്ല അതിമനോഹരമായ പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അവയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടാണ് ഈ വീഡിയോയിൽ എഡിറ്റ് ചെയ്തെടുത്തേക്കുന്നത്. സ്റ്റേജിൽ അതിമനോഹരമായ ഒരു പെർഫോമൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈറ്റുകളുടെ ആ ഒരു തീവ്രത കൊണ്ട് നമുക്ക് അത്ര ഗംഭീരമായിട്ടത് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതിഗംഭീരമായ ഒരു പെർഫോമൻസ് എന്ന് തന്നെ പറയാം. കാലുകളുടെ സഹായത്തോടു കൂടി നടക്കുന്ന നല്ലൊരു കിടിലം പെർഫോമൻസ്. ഇതിനകത്ത് നിരവധി എക്സിബിഷൻ സെൻറ്ററുകളും അതുപോലെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒമാൻ്റെ കുറേ സാധനങ്ങളൊക്കെ തന്നെയാണ്. എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലും കൊട്ടയും വട്ടിയും ഒക്കെ നെയ്തെടുക്കുന്നത് പോലെ ഇവിടെയും ഈന്തപ്പനയുടെ ഓല കൊണ്ടാണ് കൊട്ടയൊക്കെ നെയ്തെടുക്കുന്നത്. അതാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൊട്ടയൊക്കെ നെയ്തെടുക്കുന്നത് പഴയ കാലത്ത് എങ്ങനെയായിരുന്നു ആ ഒരു രീതിയൊക്കെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഈന്തപ്പന ഓല കൊണ്ട് നെയ്തെടുത്ത നിരവധി കാര്യങ്ങൾ ഇവിടെ കാണിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, തൊപ്പിയാണെങ്കിലും അതുപോലെ തന്നെ കൊട്ട, മാറ്റ്, അങ്ങനെ നിരവധി ഐറ്റംസ് തന്നെ ഇതുകൊണ്ട് നെയ്തെടുത്തിട്ടുണ്ട്. അവ ഒക്കെ കാണാനും വളരെ ഭംഗിയാണ് കേട്ടോ. കുറച്ച് നേരം സ്റ്റേജ് പെർഫോമൻസും ഒക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. ഇനിയുള്ള കാഴ്ചകളെന്ന് പറയുന്നത് വളരെ ഗംഭീരമായ കാഴ്ചയാണ്. ആകാശത്ത് വർണ്ണമഴ തന്നെ തീർത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വിവിധ രൂപത്തിലും വിവിധ വർണ്ണങ്ങളിലുമുള്ള വെടിക്കെട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ആകാശത്ത് ഒരു വർണ്ണ മഴ തന്നെ പെയ്ച്ചു എന്ന് പറയാം. ഒരു അരമണിക്കൂർ തന്നെ നീണ്ടു നിന്ന ഒരു വെടിക്കെട്ട് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്.
ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വർണ്ണമഴ തന്നെ ആകാശത്ത് തീർത്തു എന്ന് പറയാം. ഒരു അരമണിക്കൂർ നമ്മൾ ആസ്വദിച്ച് നിന്നു പോകും. ഏത് ആൾക്കാരെയാണെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തും. അത്രയ്ക്കും ഗംഭീരമായിരുന്നു ആകാശത്ത് തീർത്ത ആ ഒരു വർണ്ണമഴ എന്ന് പറയുന്നത്. ഈ കാണുന്നതെല്ലാം ഓരോ സ്റ്റോളുകളാണ്. ഇവിടെ മുഴുവനും കുന്തിരിക്കത്തിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ പുകയ്ക്കാൻ പറ്റുന്ന നല്ല സ്മെല്ല് കിട്ടുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എല്ലാം ഉള്ളത്. ഇത് ഒമാൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള സോങ്ങും അതുപോലെ തന്നെ അവരതിനൊപ്പം ചുവടുകൾ വെക്കുന്ന കുറച്ച് നൃത്ത ചുവടുകളും ഒക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. വളരെ മനോഹരമായിട്ട് നല്ല അടുക്കും ചിട്ടയോടും കൂടിയാണ് അവരത് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അവർ തനിയെ പാട്ട് പാടുകയും അതിനോടൊപ്പം നൃത്ത ചുവടുകളൊക്കെ വയ്ക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ നിരവധി ആൾക്കാർ അത് ആസ്വദിക്കാനും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനുമായിട്ടും ആ ഒരു ഭാഗത്ത് തടിച്ചു കൂടിയിട്ടുണ്ട്. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന നിരവധി കാര്യങ്ങളാണ് ഈ ഒരു മ്യൂസിയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഴയ പാത്രങ്ങൾ, അതുപോലെ തന്നെ തവികൾ, അതുപോലെ ബെൽറ്റ്, അങ്ങനെ നിരവധി കാര്യങ്ങൾ തന്നെ ഈ മ്യൂസിയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ കുട്ടികളെ കൊണ്ട് കാണിക്കുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം തന്നെയാണ് പഴയ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുമ്പോൾ. മനോഹരമായ മസ്കറ്റ് നൈറ്റിലെ കുറച്ച് വിശേഷങ്ങളും അവിടെ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവയൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു പോകരുത്. നിങ്ങൾ ഓരോരുത്തരും ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞു ചാനലിൽ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ അടുത്തുള്ള ആ ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണുകളിൽ എത്തുകയുള്ളൂ.
പ്രവാസ ലോകത്തിലെ ഉത്സവ കാഴ്ചകൾ കോർത്തിണക്കിയ ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.